ജീവൻ ടി വി പ്രേക്ഷകർക്ക് ദി ട്രൂത്തിന്റെ 3rd എപ്പിസോഡിലേക്ക് സ്വാഗതം. ദി ട്രൂത്ത് അഥവാ സത്യം. മനുഷ്യൻ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. സർവ്വസാധാരണമായ ഒരു സത്യം. പക്ഷെ നാം അതിന്റെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ ജഗദ്ദാതാവിന്റെ രൂപകൽപ്പനകളുടെ ഭാഗമായിട്ട് നാം അവയെ കാണാൻ സാധിക്കുന്നു. സാധാരണ സ്ത്രീ പുരുഷ ബന്ധത്തിൽ കൂടെയാണ് ഒരുവൻ ജനിക്കുന്നത്. എന്നാൽ പുരുഷബന്ധമില്ലാതെ കന്യകയിൽ കൂടെ ജനിച്ചത് ഒരുവൻ മാത്രം. അത് യേശുക്രിസ്തു മാത്രമാണ്. ഇത് ഒരു ചരിത്ര വസ്തുതയാണ്. ലോകം അറിഞ്ഞും അറിയാതെയും ഇത് കൊണ്ടാടുന്നു. യേശുക്രിസ്തുവിന്റെ കന്യാജനനം യഥാർത്ഥ സത്യമോ അതോ മിഥ്യയോ? ബ്രദർ രാജൻ തോമസ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു. ഞങ്ങൾ ചാനൽ 7 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദി ട്രൂത്ത്. ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നാം യേശുക്രിസ്തുവിന്റെ തുലനമില്ലാത്തതായ ജീവിതം, നിസ്തുല്യത, അതാണ് നാം ഈ എപ്പിസോഡുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം കാണുകയുണ്ടായി, യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുന്നത് അസാധാരണമായ രീതിയിൽ ആയിരിക്കുമെന്നാണ്. ഒരു കന്യയിൽ കൂടെ, അവൻ കന്യക ജാതനാണ് എന്നുള്ള കാര്യം സുപ്രസിദ്ധമായ സംഗതിയാണ്. ബൈബിളിന്റെ ഏടുകളിൽ അത് അഗാധമായിട്ട് പഠിപ്പിച്ചിരിക്കുന്നതായിട്ടും എഴുതിയിരിക്കുന്നതായിട്ടും നാം വായിക്കുന്നുണ്ട്. ഏതാണ്ട് യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് എന്ന പ്രവാചകൻ ഇങ്ങനെ എഴുതിയുണ്ടായി. യെശയ്യാവ് 7:14, 7-ാം അധ്യായം 14-ാം സൂക്തത്തിലാണ് നമ്മൾ വായിക്കുന്നത്. കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇമ്മാനുവേൽ എന്നുള്ളതിന്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ. ദൈവം മനുഷ്യനോടുകൂടെ വസിക്കത്തക്ക രീതിയിൽ, ദൈവം മനുഷ്യരുടെ ഇടയിൽ വസിക്കത്തക്ക രീതിയിൽ ഒരു കന്യാജനനത്തിൽ കൂടെ ദൈവം ഈ ലോകത്തിലേക്ക് അവതരിക്കുന്ന കാര്യത്തെക്കുറിച്ചായിരുന്നു യെശയ്യാവ് എന്ന പ്രവാചകൻ പ്രവചിച്ചിരുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. അതേ പ്രവാചകൻ തന്നെ ഇങ്ങനെ പറയുകയുണ്ടായി, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിന്മേൽ ഇരിക്കും എന്നുള്ള കാര്യം നാം വായിക്കുന്നുണ്ട്. മകൻ നൽകപ്പെട്ടിരിക്കുന്നു. എന്നേക്കുമായിട്ട് പുരാതനമേ ഉണ്ടായിരുന്നതായ ഒരു മകൻ, അവൻ ഈ ലോകത്തിനു വേണ്ടി, മനുഷ്യനു വേണ്ടി നൽകപ്പെടുവാൻ ദൈവം തുനിഞ്ഞപ്പോൾ അത് കന്യാജനനം എന്നുള്ളതായ പ്രക്രിയയിൽ കൂടെയായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. നമുക്കറിയാം, മറ്റെല്ലാ ജനനങ്ങളും പുരുഷ സ്ത്രീ ബന്ധത്താൽ ഉളവാകുന്നതായ ജനനങ്ങളാണ്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചോളം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം എന്നുള്ളത് അത് അതുല്യമായ ജനനമായിരുന്നു. അത് ഒരു കന്യയിൽ കൂടെ, പുരുഷ ബന്ധം ഇല്ലാതെ, പുരുഷന്റേതായ യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ലാതെ ഉണ്ടായതായ ഒരു ജനനമായതാണ് കന്യാ ജനനം എന്ന് പറയുന്നത്. എബ്രായ ഭാഷയില് യെശയ്യാവ് എന്ന പ്രവാചകൻ അത് എഴുതിയപ്പോൾ ആൽമ എന്നുള്ളതായ വാക്കാണ് കന്യയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്ന് നാം കാണുന്നുണ്ട്. ആൽമ എന്നുള്ളതായ അതിന്റെ അർത്ഥം പുരുഷന്റെ സ്പർശനം ഏൽക്കാത്തവൾ, പുരുഷ ബന്ധത്തിൽ ആകാത്തതായ ഒരു കന്യ എന്നുള്ള അർത്ഥമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, നമുക്ക് യാഥാർത്ഥ്യങ്ങളെ ഒന്ന് അഭിമുഖീകരിച്ചു നോക്കാം. മറിയ എന്ന അൽമ കന്യ യഥാർത്ഥ കന്യ ആയിരുന്നു, അതോ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്നത് ചിലർ ഒക്കെ അപവാദം പറഞ്ഞതുപോലെ വിവാഹേതര ബന്ധത്തിൽ കൂടെയോ അല്ലെങ്കിൽ പൂർവ്വ വിവാഹ ബന്ധത്തിൽ കൂടെയോ ഉളവായതായ ഒരു വ്യക്തിത്വമായിരുന്നു? പലരും അതിലൊക്കെ യേശുക്രിസ്തുവിനെ കുറിച്ച് അപവാദം പറയുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്, നാം കേൾക്കുന്നുണ്ട്. യഥാർത്ഥമായിട്ട് മറിയ കന്യയായിരുന്നു, ആ കന്യയായിരുന്നു യേശുക്രിസ്തുവിന് ജന്മം കൊടുത്തത് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്യണമെങ്കിൽ അന്നത്തെ ആ കാലയളവില്, പ്രത്യേകിച്ച് ജോസഫിന്റെയും മറിയയുടെയും കാലയളവില്, അതിനു മുമ്പ് ഒക്കെ ഉണ്ടായിരുന്നതായ യെശയ്യാവിന്റെ കാലയളവില് ഒക്കെ ഉണ്ടായിരുന്നതായ ആ യഹൂദ പശ്ചാത്തലങ്ങളും യഹൂദ സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിലെ സമൂഹതത്വശാസ്ത്രമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു അടഞ്ഞ സമൂഹമായിരുന്നു യഹൂദ സംസ്കാരം. അവർ മറ്റുള്ളവരുമായിട്ട് ബന്ധങ്ങൾ അധികം വെച്ചു പുലർത്തിയിരുന്നില്ല. അവർ വളരെ പ്രത്യേക ഒരു ജനമായിട്ട് പ്രത്യേക സ്ഥാനങ്ങളിൽ ജീവിച്ച് ലോകജാതികളുമായിട്ട് ഇടപെടാതെ ലോകത്തിലെ ഏതെങ്കിലും മാലിന്യങ്ങൾ അവരുടെ ആ സമൂഹങ്ങളെ കടക്കാതിരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നതായ ജനതയായിരുന്നുള്ള കാര്യം നരവംശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അവരുടെ യഹൂദ നിയമങ്ങൾ വളരെ കഠിനമേറിയതായ നിയമങ്ങൾ. നമുക്കറിയാം,
പല്ലിന് പല്ല്, കണ്ണിന് പകരം കണ്ണ്, ഇങ്ങനെയുള്ളതായ നിയമസംഹിതകളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. കുടുംബജീവിതം, ഭാര്യാഭർത്തൃ ബന്ധം, സ്ത്രീ പുരുഷ ബന്ധം, സാമൂഹിക ജീവിതം ഇത്യാദി കാര്യങ്ങൾ, പ്രസവം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ നിയമത്തിന് അധീനമായിട്ട് മാത്രമേ നടക്കാവൂ എന്ന് നിഷ്കർഷിച്ചിരുന്നതായ വലിയ കഠിനമേറിയതായ ഒരു സമൂഹമായിരുന്നു ഈ യഹൂദ സമൂഹം. അതുകൊണ്ടാണ് കാലാന്തരത്തിലും അവരുടെ ആ അസ്തിത്വം അവര് ലോകചരിത്രത്തിൽ തെളിയിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അവരുടെ അന്നത്തെ ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കന്യാജനത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു സ്ത്രീ പുരുഷ ബന്ധവും സ്ത്രീയുടെ ജീവിതവും ഒരു കന്യയെക്കുറിച്ചും മറ്റും ഉള്ളതായ നിയമങ്ങൾ, അവർക്ക് നിഷ്കർഷിച്ചതായ നിയമങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു. ആ നിയമങ്ങൾ വേദപുസ്തകത്തിലെ താളുകളിൽ നമുക്ക് വെളിപ്പാടുകളായിട്ട് ലഭിച്ചിരിക്കുന്നതായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായിരുന്നു ആ നിയമങ്ങൾ? പ്രത്യേകിച്ച് കന്യയുള്ള ബന്ധത്തില്, ഒരു സ്ത്രീയോടുള്ള ബന്ധത്തില്, വിവാഹത്തോടുള്ള ബന്ധത്തില്, പുരുഷ സ്ത്രീ ബന്ധത്തിലുള്ളതായ നിയമങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. പ്രസ്തുത നിയമങ്ങൾ എഴുതപ്പെട്ട് കിട്ടിയിരിക്കുന്നത് ബൈബിളിലെ ആദ്യ പുസ്തകങ്ങളിൽ ഒന്നായ ആവർത്തന പുസ്തകത്തിലാണ്. 5-ാമത്തെ പുസ്തകമായ ആവർത്തന പുസ്തകത്തിലാണ്. ഡീട്രോണോമി എന്ന് ഇംഗ്ലീഷിൽ പറയും. ആ പുസ്തകത്തിന്റെ 22-ാം അധ്യായത്തിന്റെ 13 തൊട്ടുള്ള ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ നേരിട്ട് വായിച്ചു കേൾപ്പിക്കാം. അവയെല്ലാം തന്നെ യഹൂദ നിയമങ്ങളായിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചുള്ളതായ നിയമങ്ങളായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഞാൻ വായിക്കാനായിട്ട് പോവുകയാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പരിഗ്രഹിച്ച് എന്നുവെച്ചാൽ വിവാഹം കഴിച്ച് അവളുടെ അടുക്കൽ ചെന്ന ശേഷം അവളെ വെറുത്തു. ഞാൻ ഈ സ്ത്രീയെ പരിഗ്രഹിച്ച് അവളുടെ അടുക്കൽ ചെന്നപ്പോൾ അവളിൽ കന്യാ ലക്ഷണം കണ്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ മേൽ നാണക്കേട് ചുമത്തി അപവാദം പറഞ്ഞുണ്ടാക്കിയാൽ, കന്യാ ലക്ഷണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് വിവാഹം കഴിച്ചിട്ടുള്ളതായ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യ രാത്രിയിൽ ആ കന്യ നിന്ന് വരുന്നതായ കന്യാ ലക്ഷണം, ആ രക്തം, അതാണ് കന്യാ ലക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിയമം പറഞ്ഞത് അവൾ ആ നിലയിലുള്ളതായ കന്യാ ലക്ഷണം, ആ കന്യാ ചർമ്മം പൊട്ടിയുള്ളതായ രക്തം കാണിച്ചില്ല എങ്കിൽ അവളുടെ ആ നിലയിലുള്ള ഒരു അപവാദം അവളുടെ മേൽ ചുമത്തിക്കഴിഞ്ഞാൽ എന്താണ് അവർ സാമൂഹികമായിട്ട് നടത്തിയിരുന്നത്, അതിനെങ്ങനെയായിരുന്നു ആ സമൂഹം അഭിമുഖിച്ചിരുന്നത്. 15-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യുവതിയുടെ അമ്മയപ്പന്മാർ, ആ വിവാഹം കഴിക്കപ്പെട്ടതായ യുവതിയുടെ അമ്മയപ്പന്മാർ അവരുടെ കന്യാ ലക്ഷണങ്ങൾ എടുത്ത് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതുക്കൾ കൊണ്ടുവരണം. ആദ്യ രാത്രിയിൽ ആ മണവറയിലേക്ക് കടന്നിരുന്നതായ ആ യുവതിയുടെ കയ്യിൽ അവരുടെ മാതാവ് എപ്പോഴും ഒരു വെളുത്ത തുണി കൊടുത്തയച്ചിരുന്നു ഈ കന്യാ ലക്ഷണം ഒപ്പിയെടുക്കുവാനായിട്ട്. കാരണം അത് നിയമവിധേയമായിരുന്നു എന്നുള്ള കാര്യം യഹൂദ ചരിത്രവും യഹൂദ സംസ്കാരവും യഹൂദ കാര്യങ്ങളൊക്കെ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. യുവതിയുടെ അപ്പൻ മൂപ്പന്മാരോട്, മൂപ്പന്മാർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഉയർന്നതായ അവിടുത്തെ നിയമപരമായ കാര്യങ്ങളെ ഇടപെടുന്നതായ അവിടുത്തെ പ്രായം ചെന്നവര്, അധികാരികൾ എന്നുള്ളതായ അർത്ഥമാണ്. ആ മൂപ്പന്മാരോട്, ഞാൻ എന്റെ മകളെ ഈ പുരുഷന് ഭാര്യയായി കൊടുത്തു, എന്നാൽ അവന് അവളോട് അനിഷ്ടമായിരിക്കുന്നു. ഞാൻ നിന്റെ മകളിൽ കന്യാ ലക്ഷണം കണ്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ മേൽ നാണക്കേട് ചുമത്തുന്നു. എന്നാൽ എന്റെ മകളുടെ കന്യാ ലക്ഷണങ്ങൾ ഇതാ എന്ന് പറഞ്ഞ് പട്ടണത്തിലെ മൂപ്പന്മാരുടെ മുമ്പിൽ ആ വസ്ത്രം ഇങ്ങനെ വിടർത്തി കാണിക്കേണ്ടിയിരുന്നു, തെളിവായിട്ട് അവിടെ കാണിക്കേണ്ടിയിരുന്നു എന്ന് വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മൂപ്പന്മാരെന്ത് ചെയ്യണം? അപ്പോൾ പട്ടണത്തിലെ മൂപ്പന്മാർ ആ പുരുഷനെ പിടിച്ച് ശിക്ഷിക്കണം. ആ എവിഡൻസ്, ആ അടയാളം അവിടെ കാണിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീക്കെതിരായിട്ട് താൻ പരിഗ്രഹിച്ചതായ അടുത്തിയതായ ആ സ്ത്രീക്കെതിരായിട്ട് അപവാദം ചുമത്തുന്നതുകൊണ്ട് അവന് ശിക്ഷ ഉണ്ടായിരുന്നു, നിയമപ്രകാരം തന്നെ അവന് ശിക്ഷയുണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്നീട് ആ സ്ത്രീയോടുള്ള ബന്ധത്തിലുള്ളതായ നിയമമാണ്. അവൻ ഇസ്രയേലിൽ ഒരു കന്യയുടെ മേൽ അപവാദം പറഞ്ഞുണ്ടാക്കിയതിനാൽ അവർ അവനെ കൊണ്ട് 100 വെള്ളിക്കാശ് പിഴ ചെയ്യിച്ച് യുവതിയുടെ അപ്പന് കൊടുക്കണം. ഒരു പിഴയുണ്ട്, ഒരു പെനാൽറ്റി ഉണ്ടായിരുന്നു. മാത്രമല്ല
അവൾ അവന് തന്നെ ഭാര്യയായിരിക്കുകയും ചെയ്യുന്നിരിക്കുന്നു. അവൻ അവളെ വെറുത്തു എങ്കിലും അവർ തുടർമാനമായിട്ട് അവന്റെ ഭാര്യയായിട്ട് മുന്നോട്ട് നിയമപ്രകാരം ജീവിക്കാനുള്ള അധികാരം അവർക്ക് സമൂഹം കൽപ്പിച്ച് ആക്കി കൊടുക്കുന്നതായിട്ട്, ഈ നിയമം അനുസരിച്ച് കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, അവൻ തന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവളെ ഉപേക്ഷിച്ചുകൂടാ. അവിടെ നോക്കുക, ആ കന്യാ ലക്ഷണം, ദ ടോക്കൺ ഓഫ് വിർജിനിറ്റി. മാത്രമല്ല, ആ കന്യാ രക്തം പുറന്നതായ ആ വസ്ത്രം അവിടെ അവർക്ക് പ്രൂഫായിട്ട് അവർക്ക് അവളെ സംരക്ഷിക്കുന്ന, നിയമപരമായിട്ട് സംരക്ഷിക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ തുടർന്നു പോകുന്ന സമയത്ത് നാം ആ നിയമം ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്നാൽ 20-ാം വാക്യം, യുവതിയിൽ കന്യാലക്ഷണം കണ്ടില്ല എന്നുള്ള വാക്ക് സത്യമായിരുന്നാൽ എന്ന് വെച്ചാൽ, ആ കന്യാലക്ഷണത്തിന്റെ ഇല്ലായ്മയിൽ നിന്നും ആ രക്തം അവിടെ ആ സമയത്ത് ആദ്യ രാത്രി പുറപ്പെടുവിക്കാത്തതിന്റെ ആ അവസ്ഥയിൽ നിന്ന് ഒരു പ്രൂഫായിട്ട്, എവിഡന്റായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ അവർക്ക് കൊടുക്കുന്നത്? പുരുഷനെ സംബന്ധിച്ചോളം അവിടെ ആ അപവാദം ഉണ്ടാക്കിയതിന് പിഴ അടച്ചാൽ മതിയായിരുന്നു. എന്നാൽ യുവതിയെ സംബന്ധിച്ചോളമോ, അവർ യുവതിയെ അവളുടെ അപ്പന്റെ വീട്ടുവാതുക്കൾ കൊണ്ടുപോയി, നിർദാക്ഷിണ്യം കൊണ്ടുപോയി, അവൾ ഇസ്രയേലിൽ വഷളത്വം പ്രവർത്തിച്ച് അപ്പന്റെ വീട്ടിൽ വെച്ച് വേശ്യാദോഷം ചെയ്യുകൊണ്ട് അവളുടെ പട്ടണക്കാർ അവരെ കല്ലെറിഞ്ഞുകൊള്ളണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്നും ദോഷം നീക്കളയണം. കല്ലെറിഞ്ഞുകൊള്ളുന്നത് യഹൂദന്മാരുടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയിരുന്നു. നോക്കുക, ഒരു കന്യ ഏതെങ്കിലും തരത്തില് വിഭാഗപൂർവ ബന്ധം ഉണ്ടായി അവിടെ കന്യ ചർമ്മം പൊട്ടിക്കഴിഞ്ഞാൽ അവൾ നിയമത്തിന് വിധേയരായി കല്ലെറിയപ്പെട്ടവളായിട്ട് കൊല്ലപ്പെടേണ്ടതായ നിയമമായിരുന്നു, കഠിനമായ നിയമമായിരുന്നു യഹൂദ സമൂഹം അവർക്ക് നിഷ്കർഷിച്ചിരുന്നത്. അതിനാൽ യഹൂദ സംസ്കാരവും യഹൂദ ചരിത്രവും നാം അഗാധമായിട്ട് പഠിക്കുമ്പോൾ ഓരോ കുടുംബങ്ങളും അവരുടെ കന്യകളെക്കുറിച്ച്, അവരുടെ പെൺകുഞ്ഞുങ്ങളെക്കുറിച്ച് വളരെ ബോധവാന്മാരായിരുന്നു, ബോധമതികളായിരുന്നു. മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അവരുടെ മാതാക്കൾ, അവരെക്കുറിച്ച് വളരെ കെയർഫുൾ ആയിട്ട്, സൂക്ഷ്മമായിട്ടായിരുന്നു കന്യകളെ ഇസ്രായേൽ സമൂഹങ്ങൾ വളർത്തിയെടുത്തത്. കാരണം ഇങ്ങനെയുള്ളതായ ചില പ്രശ്നങ്ങൾ ആ നിലയിൽ ഉണ്ടാകാനുള്ള സാധ്യതയും അവസാനം അവർ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതാണ്ട് ഈ പശ്ചാത്തലത്തിലാണ് മറിയ എന്ന കന്യ വളർന്നു വന്നത്. ഒരു യഹൂദ കുടുംബത്തിൽ അവൾ വളർന്നു വന്നതായിട്ടാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. നസ്രയത്തിൽ അവൾ വളർന്നു വരുന്നതായിട്ടാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. നസ്രയത്ത് ഒരു വലിയ പട്ടണമൊന്നുമല്ലായിരുന്നു, ചുരുക്കം ചില കുടുംബങ്ങൾ മാത്രമുണ്ടായിരുന്നതായ ഒരു പട്ടണമായിരുന്നു. ഇന്നത്തെ ഒരു ഗ്രാമീണ തുല്യമായ ഒരു പട്ടണം മാത്രം. നമുക്കറിയാം, ഒരു ഗ്രാമത്തിൽ എന്തെങ്കിലും അസാധാരണമായിട്ട് നടക്കുകയാണെങ്കിൽ അത് അവിടുത്തെ ആ ഗ്രാമത്തിന്റെ പാട്ടായിട്ട്, എല്ലാവരുടെയും പാട്ടായിട്ട്, എല്ലാവരും അറിയുന്ന ഒരു സംഭവമായിട്ട് അത് മാറും. ആയതിനാൽ നമുക്ക് വളരെ ബുദ്ധിപരമായിട്ട് ഊഹിക്കാനായിട്ട് സാധിക്കും, മറിയ ഒരു യഥാർത്ഥ മാതൃക കന്യയായിട്ടാണ് ആ സമൂഹത്തിൽ, ആ ഭവനത്തിൽ വളർന്നത് എന്ന് നാം കാണുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ നാം പുതിയ നിയമത്തിൽ വായിക്കുന്ന സമയത്ത് സുവിശേഷങ്ങളിൽ മറിയ എന്ന കന്യ എന്നാണ് മറിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. പാർത്തനോൺ എന്നുള്ളതായ ഗ്രീക്ക് വാക്കാണ് കന്യയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ നിയമത്തില് യെശയ്യാവ് കന്യയ്ക്ക് വേണ്ടി എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചതായ വാക്ക് ആൽമ ആണെങ്കിൽ, പുരുഷൻ സ്പർശിക്കപ്പെടാത്തതായ ആ ബാലിയ സ്ത്രീ ആണെങ്കിൽ, ഇവിടെ നോക്കുക, പാർത്തനോൺ എന്ന് പറഞ്ഞാലും അതേ അർത്ഥമാണ്. പുരുഷ സ്പർശനമേക്കാത്തതായ, പുരുഷനെ അറിയാത്ത സ്ത്രീ എന്നുള്ളതായ അർത്ഥത്തിലാണ് നമുക്ക് കന്യയെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒരുപക്ഷെ ഉദിക്കുന്നതായ പ്രസക്തമായ ചോദ്യം, അവൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടതായ സ്ത്രീ ആയിരുന്നുവല്ലോ. ജോസഫിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തതായ കന്യ എന്നാണ് നാം വായിക്കുന്നത്. സാധാരണഗതി ഇന്നത്തെ വിവാഹ നിശ്ചയങ്ങളും മറ്റും വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവർ തമ്മിൽ എന്തെങ്കിലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് സാധ്യതയില്ലായിരുന്നു. മാത്രമല്ല, അവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ ആശയവിനിമയങ്ങളും ഒക്കെ ചെയ്യുവാനായിട്ട് സാധ്യതയില്ലായിരുന്നു എന്ന് നാം ചിന്തിച്ചേക്കാം, നാം ചോദിച്ചേക്കാം. സാധാരണ ഉദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ അതും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ യഹൂദ സംസ്കാരങ്ങളും യഹൂദ മര്യാദകളും രീതികളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യഹൂദ വിവാഹങ്ങൾക്ക് ഏതാണ്ട് 3-4 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നാം
അന്നത്തെ പശ്ചാത്തലങ്ങളും അന്നത്തെ ചരിത്രവും സംസ്കാരങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദ്യമായിട്ട് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഒരു പ്രത്യേകമായ ധാരണയിൽ എത്തുന്നു. ആ പുരുഷന്റെ കുടുംബവും സ്ത്രീയുടെ കുടുംബവും തമ്മിൽ അടുത്ത്, അല്ലെങ്കിൽ ആ മണവാളന്റെയും മണവാട്ടിയുടെ ആ കുടുംബം തമ്മിൽ അടുത്ത് അവർ തമ്മിലൊരു ധാരണ ഒന്നിച്ചിരുന്ന് അവിടുത്തെ പട്ടണത്തിലെ മൂപ്പന്മാരെ അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇടപെടുന്നതായ അവരെ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ളതായ ഒരു ധാരണയിൽ അവര് എത്തിച്ചേരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം വിവാഹ നിശ്ചയം, അടുത്ത ഘട്ടം വിവാഹ നിശ്ചയമാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ട് കുടുംബങ്ങളും ഒന്നിച്ചിരുന്ന് ഒരു ധാരണാപത്രത്തിൽ, ഒരു നിയമപത്രത്തിൽ, ഒരു കോൺട്രാക്റ്റിൽ അവർ സൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ സൈൻ ചെയ്യുന്നതായ രീതിയിൽ കാര്യങ്ങളൊക്കെ നീക്കുന്നതായിട്ടാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവർ നിയമപ്രകാരം അന്നു മുതൽ വിവാഹം നിശ്ചയിക്കപ്പെട്ട പുരുഷൻ, വിവാഹം നിശ്ചയിക്കപ്പെട്ട സ്ത്രീ എന്ന രീതിയിൽ അവരറിയപ്പെടുവാനായിട്ട് സാധിക്കും. ഭാര്യ എന്ന് പോലും ആ നിലയിൽ അന്ന് അവർ വിളിക്കപ്പെട്ടിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ശേഷം യഥാർത്ഥ അടുത്ത ഘട്ടമാകുന്നത് വിവാഹമാണ്. ഈ വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനും തമ്മിൽ അനേക മാസങ്ങളിലെയോ ചില വർഷങ്ങളിലെയോ ഗ്യാപ്പ് ഉണ്ടെന്നുള്ള കാര്യം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ആ ഗ്യാപ്പിലിരുന്നുകൊണ്ട് ഈ പുരുഷൻ അല്ലെങ്കിൽ വിവാഹം നിശ്ചയിക്കപ്പെട്ടതായ ഈ വരൻ ഈ വധുവിനു വേണ്ടി തന്റെ പിതാവിന്റെ ഭവനത്തിൽ അവളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുവാനായിട്ട് ഒരു ഭവനം ചമയ്ക്കുന്നതായ സമയമാണിത്. ഇന്നത്തെ പോലെയോ അല്ലെങ്കിൽ അടുത്ത ചില കാലങ്ങളിൽ നടന്ന പോലെയോ മറ്റേതെങ്കിലും സമൂഹങ്ങൾ നടന്ന പോലെയോ ഈ ഗ്യാപ്പിൽ, ഈ സമയത്ത്, ഈ വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനും ഇടയ്ക്കുള്ളതായ സമയത്ത് അവർ യാതൊരു തരത്തിലുള്ളതായ കമ്മ്യൂണിക്കേഷനും ആശയവിനിമയങ്ങളും അത് വാക്കുകൾ കൊണ്ടോ മാത്രമല്ല ശാരീരികമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ളതായ രീതിയിലുള്ളതായ ഒരു ആശയവിനിമയവും ബന്ധവും വെച്ചുപുലർത്തുവാനായിട്ട് യഹൂദ നിയമം അനുശാസിക്കുന്നുണ്ടായിരുന്നു. യഹൂദ സമൂഹങ്ങൾ അനുശാസിക്കുന്നില്ല. ആ കാര്യത്തെക്കുറിച്ചും മാതാപിതാക്കൾ വളരെ കെയർഫുൾ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിവാഹ നിശ്ചയത്തിന് ശേഷം അനേക മാസങ്ങൾക്ക് ശേഷമോ ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷമോ അവിടെ മണവാളം വന്ന് മണവാട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് വിവാഹം നടക്കുന്നു. വിവാഹത്തിന് ശേഷം വിവാഹ സദ്യയും നടക്കുന്നു. ആഘോഷങ്ങളോടുകൂടി അവിടെ വിവാഹ സദ്യ നടക്കുന്നതായിട്ട് കാണുവാനായിട്ട് അവരുടെ സമൂഹങ്ങൾ അത് നടന്നിരുന്നു. എന്നാൽ ഈ സമയങ്ങളിൽ തന്നെ ആ ആദ്യ രാത്രിയിൽ ഭാര്യ മണവറയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് യാതൊരുവിധമായ ബന്ധങ്ങളും യഹൂദ കുടുംബങ്ങളിൽ അവർ നടത്തിയിരുന്നില്ല. അതിനെ വളരെ ക്രൂരമായിട്ട് പൈശാചികമായിട്ട് അവരവളെ കൊന്നുകളയുമായിരുന്നു എന്നുള്ളത് ചരിത്രവും രേഖപ്പെടുത്തുന്നു, അവർ നിയമവും രേഖപ്പെടുത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോസേഫും മറിയും തമ്മിൽ യാതൊരുവിധമായ ബന്ധവുമില്ലായിരുന്നുള്ള കാര്യം നാം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നോക്കുക, മറിയ പരിശുദ്ധാത്മാവിനാല് ദൈവത്തിന്റെ പ്രത്യേകമായ പ്രവൃത്തിയാല് അവൾ ഗർഭിണിയായത് കണ്ടപ്പോൾ അവിടെ നോക്കുക, ജോസഫ് അവളെ ഉപേക്ഷിച്ചു കളയുവാനായിട്ട്, രഹസ്യമായിട്ട് ഉപേക്ഷിച്ചു കളയുവാനായിട്ട് അവളെ തുനിയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് കാണുന്നത് അവളൊരു പരസ്യമായ ഒരു എക്സാമ്പിൾ, പരസ്യമായ രീതിയിൽ അവൾ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി, കല്ലെറിയപ്പെടാതിരിക്കാൻ വേണ്ടി രഹസ്യമായിട്ട് അവളെ ഉപേക്ഷിക്കുന്നു. എന്നാൽ നോക്കുക, ദൈവത്തിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും യോസഫിനോട്, യോസഫെ നീ ഭയപ്പെടേണ്ട, ഇത് ദൈവത്താൽ സംഭവിക്കും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനുള്ളതായ ഒരു പ്രത്യേക ജനനമാണ് ഇത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ മറിയയുടെ ഗർഭപാത്രത്തെ മൂടി, അല്ലെങ്കിൽ ആ ഗർഭപാത്രത്തെ ഉപയോഗിച്ച് ദൈവപുത്രനെ ഈ ലോകത്തിലേക്ക് ഒരു ഇറക്കിക്കൊണ്ടുവന്നതായ ഒരു പ്രക്രിയയാണ്. അതൊരു കന്യാ ജനനത്തിലൂടെ അത് സാധ്യമാക്കി തീർത്തിരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ജോസഫ് അവളെ സന്തോഷത്തിലൂടെ സ്വീകരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം അവരുടെ വിവാഹം നടക്കുന്നു. വിവാഹത്തിന് ശേഷം അവർക്ക് വേറെയും മക്കളുണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം യഥാർത്ഥ കന്യാ ജനനം ആയിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഈ നിലയിൽ ഒരു കന്യാ ജനനമെടുത്ത് ലോകത്തിലേക്ക് വന്നത്? നാം ചിന്തിക്കേണ്ടതായ കാര്യമാണ്. നമുക്കറിയാം, മറ്റെല്ലാ ബന്ധങ്ങളിലും പാപത്തിന്റെ പങ്കുതലുണ്ടായിരുന്നു. സ്ത്രീ പുരുഷ സംയോഗം എല്ലാം തന്നെ പാപത്തിന്റെ അനന്തരഫലമായിട്ട് ഉണ്ടായ പ്രസവവും രീതികളുമായിരുന്നു. എന്നാൽ ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വരുവാനായിട്ട് ഒരു പുരുഷന്റേതായ യാതൊരു പങ്കുമില്ലാതെ ഇവിടെ അന്ന് പ്രവചിച്ചതുപോലെ സ്ത്രീയുടെ സന്തതിയായിട്ട്, സ്ത്രീയുടെ മാത്രം സന്തതിയായിട്ട് ഒരു കന്യയിൽ കൂടെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ആയതിനാൽ അവനിൽ പാപമില്ലായിരുന്നു, അവന്റെ രക്തത്തിൽ പാപമില്ലായിരുന്നു. എന്നിലും നമ്മളിലുമെല്ലാം പാപ പങ്കുള്ളപ്പോൾ ലോക നേതാക്കന്മാരിലും മത നേതാക്കന്മാരിലും എല്ലാം
തത്വശാസ്ത്രജ്ഞന്മാരിലും എല്ലാം തന്നെ ആ പാപ പങ്കുത നിൽക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിൽ പാപമില്ലായിരുന്നു, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ പാപമില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ പാപം ഇല്ലാത്തതായ രക്തം അവൻ ഒഴുക്കി. ആർക്കു വേണ്ടി? എന്തിനു വേണ്ടി? അവൻ പാപമില്ലാത്ത രക്തം ഒഴുക്കി. അവന്റെ ശരീരത്തിൽ പാപത്തിന്റെ അംശമേ ഇല്ലായിരുന്നു. കാരണം അതൊരു ദൈവീയമായ പ്രത്യേകമായ ജനനമായിരുന്നു. അവന്റെ മനുഷ്യ വേഷമെടുത്തപ്പോൾ പാപമില്ലാതെ ഉള്ളതായ രക്തമായിരുന്നു അവനിൽ ഓടിക്കൊണ്ടിരുന്നത്. ആ രക്തം അവൻ കാൽവരി ക്രൂശിൽ ഒഴുക്കിയപ്പോൾ പാപ പങ്കുള്ളതായ നമ്മുടെ പാപങ്ങൾക്ക്, നമ്മുടെ രക്തത്തിന്, നമ്മുടെ ജീവിതത്തിന് അതിനെ കഴുകിക്കളയുവാനായിട്ട്, പാപത്തെ കഴുകിക്കളയുവാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ അരുമശിഷ്യനായിരുന്ന യോഹന്നാൻ പറഞ്ഞത്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നിങ്ങൾ ജീവിക്കുന്നത് ഏത് പാപാവസ്ഥയിലായിരുന്നോട്ടെ, ബൈബിൾ പറയുന്നു, നിങ്ങൾ പാപത്തിൽ ജനിച്ചിരിക്കുന്നു, പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ നരകത്തിലേക്ക് പോവും എന്നുള്ള കാര്യം അവിടെ നിഷ്കർഷിച്ചിരിക്കുന്നു. എന്നാൽ ആ പാപത്തിന്റെ അവസ്ഥയിൽ നിന്നും, പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും മാറ്റിയെടുത്ത് എല്ലാ പാപങ്ങളും കഴുകി ശുദ്ധീകരിക്കാനായിട്ട് ഒരേ ഒരു മാർഗം, യേശുക്രിസ്തുവിന്റെ രക്തം കന്യാ ജനനത്തിലെ കൂടെ ഈ ലോകത്തിലേക്ക് അവതരിച്ച് പാപമില്ലാതെ ജീവിച്ച് പാപ പങ്കുരതായ ആ രക്തം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം, ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതെ, എല്ലാവരെയും ശുദ്ധീകരിക്കുന്നു, മനുഷ്യവർഗത്തെ ശുദ്ധീകരിക്കുന്നു. അത് നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം. നിറയുന്ന സ്നേഹത്തിനുറവിടമായി കരുതുന്നവൻ ക്രിസ്തു യേശു മാത്രം. അണയാത്ത ദീപമായി എൻ ജീവനെ നയിച്ചിടണേ നിൻഹിതം പോൽ. അണയാത്ത ദീപമായി എൻ ജീവനെ നയിച്ചിടണേ നിൻഹിതം പോൽ. നിറയുന്ന സ്നേഹത്തിനുറവിടമായി കരുതുന്നവൻ ക്രിസ്തു യേശു മാത്രം. കാലം പോവതറിയാതെ പല നാൾ ഞാൻ അലഞ്ഞിരുന്നു. കാലം പോവതറിയാതെ പല നാൾ ഞാൻ അലഞ്ഞിരുന്നു. നീ എൻ ഉള്ളിൽ വന്നതിനാലെ നയിച്ചിടണേ നിൻഹിതം പോൽ. നീ എൻ ഉള്ളിൽ വന്നതിനാലെ നയിച്ചിടണേ നിൻഹിതം പോൽ. നിറയുന്ന സ്നേഹത്തിനുറവിടമായി കരുതുന്നവൻ ക്രിസ്തു യേശു മാത്രം. ലോകം എന്നെ മറന്നിടിലും ശോകാഭാരമേറിടിലും ലോകം
ശോകാഭാരമേറിടിലും മാറാത്തവൻ എൻ ചാരയുണ്ടെന്നതിൽ മെനഞ്ഞിടണേ. നിൻഹിതം പോൽ മാറാത്തവൻ എൻ ചാരയുണ്ടെന്നതിൽ മെനഞ്ഞിടണേ. നിൻഹിതം പോൽ നിറയുന്ന സ്നേഹത്തിനുറവിടമായി കരുതുന്നവൻ ക്രിസ്തു യേശു മാത്രം. അണയാത്ത ദീപമായി എൻ ജീവനെ നയിച്ചിടണേ. നിൻഹിതം പോൽ അണയാത്ത ദീപമായി എൻ ജീവനെ നയിച്ചിടണേ. നിൻഹിതം പോൽ ലാ 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 ലാ. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.